ഗുഡ് മോർണിംഗ് നേപ്പാൾ. അതെ, ഞങ്ങൾ നേപ്പാളിലെ 4ാമത്തെ ദിവസമായ ഇന്ന് നല്ലൊരു ഗ്രൗണ്ട് നോക്കി പാർക്ക് ചെയ്തു. ഒരു കാട്, ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് കേട്ടോ. ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ കുക്കിംഗ് പരിപാടി നടക്കുന്നത്. ഇതേ നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുട്ടാവൂലേ? പുട്ടാവാതിരിക്കാൻ എവിടെ പോകാനല്ലേ. അപ്പോൾ നമ്മൾ പുട്ട് 2ാമത്തെ പ്രാവശ്യമാണ് യാത്രയിൽ വെക്കുന്നത്. നേപ്പാളിൽ കയറിയ ശേഷം 2ാമത്തെ പാചകമാണ്. ഇന്നലെ രാത്രി നൂഡിൽസും പിന്നെ അതുപോലെ തന്നെ ചായ, നല്ല കട്ടൻ ചായ, ചൂടുവെള്ളമൊക്കെ ഫ്ലാസ്കിലാക്കി വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പുട്ട്, അതുപോലെ തന്നെ നല്ല സോയാബീൻ ഫ്രൈയും വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സോയാബീൻ ഫ്രൈ നമ്മൾ കുറച്ച് കൂട്ടി വെക്കും. അതുപോലെ തന്നെ പുട്ടും കുറച്ച് തോന ഉണ്ടാക്കി വെക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി കുറച്ചുകൂടി വൈകുന്നേരം ആയാൽ അന്നേരം കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ വെള്ളം ഇത് തീരാനായിട്ടുണ്ട്. ഇത് തീർന്നിട്ട് വേണം അതിൽ എന്താക്കി വെക്കാൻ, ഡീസലാക്കി വെക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കണം. തേങ്ങ ഉപയോഗിക്കാതെ പുട്ടായതുകൊണ്ട് ചെറിയ ചെറിയ പുട്ടാക്കിയിട്ടാണ് കേട്ടോ ചുടുന്നത്. അവസാനത്തെ കുറ്റി പുട്ടും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സോയാബീൻ ഫ്രൈയിലേക്ക് കടക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, കണ്ടോളി, കേട്ടോളി, പോന്നോളി. പുട്ട് വേണോ? പുട്ട് പോരിട്ടാ റോഡിൽ കൂടി ആരും പോകുന്നില്ല. പോകുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇവിടുന്ന് ഒരു തെരുവ് കച്ചവടം നടത്താമായിരുന്നു. ഇതേ ഇവിടെ മരങ്ങളൊക്കെ മുറിച്ചിട്ട് കണ്ട ഫോറസ്റ്റ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിയാൻ കാത്തിക്കാണ് സിംഹവും പുലിയൊക്കെ വരാനെന്നാ തോന്നുന്നു കേട്ടോ. കാരണം കണ്ടിട്ട് അങ്ങനത്തെ ഒരു കാടാണ്. നേപ്പാളിൽ നിന്ന് ഞങ്ങൾ നേരെ വെസ്റ്റ് ബംഗാളിൽ എത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ നേരെ സിക്കിമിലേക്ക് പോവാണ്. 2 മലയാളികൾ കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? ജിതിൻ. എവിടെയാ സ്ഥലം? പത്തനംതിട്ട. നബീൽ കൊണ്ടോട്ടിക്കാരനല്ലേ. അപ്പോൾ ഇവരൊക്കെ പണ്ടേ ട്രാവൽ ചെയ്ത് ഉള്ള ഫീൽഡുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പുതിയ ആളാണെങ്കിലും നമ്മുടെ വണ്ടി നേരെ പോകാൻ പോകുന്നത് സിക്കിമിലേക്കാണ്. 7 മണിക്കല്ലേ ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ, 7 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നേരെ സിക്കിമിൽ വെച്ചിട്ട് കാണാം. അപ്പോൾ ഇനി എവിടുന്നാ? സിക്കിം കാണല്ലേ. ഓക്കെ എന്നാൽ അവരൊക്കെ മലയാളം പറയും. വർക്ക് ചെയ്താ? അപ്പോൾ നമുക്ക് കുറച്ച് മലയാളിയും കൂടി ഇവിടെ സിക്കിമിലേക്ക് കയറിയ സമയത്ത് കിട്ടിക്കുന്നു. പേരെന്തായിരുന്നു? കോട്ടയം. വെസ്റ്റ് ബംഗാൾ. അപ്പം നിങ്ങളറിയും. അപ്പൊ ഏതായാലും നമുക്ക് ഇപ്പൊ എന്നും കൂടി കയറിയ ശേഷം 2ാമത്തെ ഡീസിനല്ലേ കിട്ടിയ, 2ാമത്തെ ഡീസിന് ബസ്സിന് കിട്ടി. ഓക്കെ, ഏതായാലും ഇവരും നമ്മളെ KL വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ നമ്പർ പ്ലേറ്റുകളിലേക്ക് പിന്നെ ശ്രദ്ധിച്ചേ. ഏതായാലും സാർ തന്നെ നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതല്ലേ? ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലേ നിങ്ങളെ വൈഫ് വർക്ക് ചെയ്യുന്നത്. അപ്പം മെഡിക്കൽ കോളേജിൽ നമ്മൾ അറിയുന്ന ആളുണ്ട്, അവിടുത്തെ പ്രൊഫസർ ഡ്രൈവർ. അത് ഞാൻ കാണും. ഏതായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെ യാത്ര നേരെ പോകുന്നത് സിക്കിമിലേക്കാണ്. അങ്ങനെ 24ാമത്തെ ദിവസം ഞങ്ങൾ എത്തിയിരിക്കുന്നു സിക്കിമിൽ കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും ടോപ്പിലുള്ള സിക്കിമിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ നേപ്പാളിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് കുറച്ച് ചെക്കിങ് ഉണ്ടായിരുന്നു, അതായത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേപ്പാളിന് അകത്തേക്ക് കയറുന്ന സമയത്ത് ആ ഒരു വിഷയമില്ലായിരുന്നു. പക്ഷേ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുന്ന സമയത്ത് കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അത് രാത്രി അത് കഴിഞ്ഞു. നേരെ സിലിഗുരി എന്ന് പറഞ്ഞ പ്രദേശത്ത്, അതായത് വെസ്റ്റ് ബംഗാളിൽ സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. പാർക്ക് ചെയ്ത സമയത്ത് ഒരു മിലിറ്ററി ക്യാമ്പിന് മുന്നിലായിരുന്നു കേട്ടോ പാർക്ക് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വണ്ടി പാർക്ക് ചെയ്യണം, ഇത് മിലിറ്ററി ഏരിയ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് വെച്ച സമയത്ത് വീണ്ടും വേറെ മിലിറ്ററിക്കാർ വന്ന് പറഞ്ഞു, ക്യാമറയിൽ കണ്ടിട്ട് മുകളിൽ നിന്ന് കോൾ വരുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ബ്രിഡ്ജിൻ്റെ താഴെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ വണ്ടി വെച്ച് കിടന്നുറങ്ങി ഒരു 12:30-1 മണിയൊക്കെ ആയ സമയത്ത് നമ്മുടെ ഇവിടുത്തെ പോലീസുകാർ വന്നു, വെസ്റ്റ് ബംഗാൾ പോലീസുകാർ വന്നു. പോലീസുകാർ പറഞ്ഞു ജസ്റ്റ് ടോർച്ച് അടിച്ച് നോക്കിട്ടോ. അപ്പോൾ ജസ്റ്റ് அவங்க കിടക്കുന്നത് കണ്ടപ്പോൾ വേഗം ഡോർ അടിച്ചിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു പോയി. ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, രാവിലെ ഒരു 4 ഇവിടെയൊക്കെ ഒരു 4:30-5 മണിയാകുമ്പോൾ തന്നെ നേരം വെളുക്കുന്നുണ്ട് കേട്ടോ. പകല് പോലെ ആകുന്നുണ്ട്. 5-5:30 ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്ട് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് മുക്കനും മൂലയിലും എല്ലായിടത്തുനിന്നും എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട്. അതെന്താ കാരണം എന്നറിയോ?
കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള വണ്ടിയാണ്. നമ്മളെ വണ്ടി പോലുള്ള വണ്ടിയാണ് ഇവിടുത്തെ ബസ്. ഇതൊക്കെയാണ് കണ്ടില്ല ഇടത് ഭാഗത്തുള്ള ഇങ്ങനെയുള്ള വണ്ടികളാണ് ഇവിടുത്തെ ബസ് കേട്ടോ. ഞാൻ എൻ്റെ ഒക്കെ എടുത്തു കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ അത് ടിഷ്കൊന്നൊരു വര, പിന്നെ ഒരു കുത്ത്. വെൽക്കം ടു ഗാങ്ടോക്ക്. അപ്പോൾ നമ്മൾ ആ ഗാങ്ടോക്ക് സിറ്റിയിലേക്ക് കയറിക്കൊണ്ട് നിൽക്കാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ തലസ്ഥാന നഗരി കേട്ടോ. ഏകദേശം ഇവിടെ നിന്നിട്ട് 8 കിലോമീറ്ററും കൂടിയാണ് ഗാങ്ടോക്കിൻ്റെ മെയിൻ സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഒരു ചൈന അതുപോലെ തന്നെ നേപ്പാളി ഒരു കട്ടനാണ് ഈ ഒരു ഏരിയയിലുള്ളവർക്കുള്ളത്. നമ്മുടെ ഇന്ത്യ എന്ന് തന്നെ പറഞ്ഞ്, പക്ഷേ നേപ്പാളിൻ്റെയും അതുപോലെ തന്നെ ചൈനൻ്റെ ഒക്കെ അതിർത്തി പങ്കിടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ സിക്കിം. ഈ ഏരിയയിലുള്ള വീടുകളൊക്കെ കണ്ടില്ലേ, അടിപൊളി വീടുകളാണ്. അതായത് തട്ടായിട്ടാണ് കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ. മുന്നോട്ട് ഒന്നും തന്നെ കാണില്ല. നോക്കി ഒരു വണ്ടിയൊക്കെ വരുന്നത്, എൻ്റെ പൊന്നെ, ഇത്രയും മെല്ലെ പോയാൽ കഴിച്ചിലാവട്ടോ, അല്ലെ വണ്ടി വേറെ ഏതാ വണ്ടിക്ക് പോയി ചാമ്പും. എജാതി വൈബാ. നോക്കി സമയം വൈകുന്നേരം 4 മണിയായിട്ടുള്ളൂ കേട്ടോ. 4 മണിയുടെ കാഴ്ച നിങ്ങൾ കാണുന്നത്. ചൊരിയുന്ന മഴയത്ത്, അത് അമേരിക്കയിലായാലും വേണ്ടില്ല, സിക്കിമിലായാലും വേണ്ടില്ല, ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കും. വണ്ടി ഇവിടെ സൈഡാക്കി നല്ലൊരു പായൊക്കെ ഇത് മറ്റേ ദാർപ്പായ വാങ്ങാൻ മറന്നു പോയതുകൊണ്ടാട്ടോ. തൽക്കാലം ഈ ഒരു പായ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫുൾ സെറ്റപ്പാണ് കേട്ടോ. ഡോറ് തുറന്നു, ഒരു ഭാഗം ഡോറിന് മുകളിലും മറ്റേ ഭാഗം ട്രൈപോഡിന് മുകളിലും. ഗ്യാസും കുറ്റി ഈ സ്റ്റൂളിൻ്റെ ഉള്ളിലുണ്ട്. ഗ്യാസ് അടുപ്പ് ഇവിടെ ഉണ്ട്. അരുൺമോൻ കോഴി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തോലും കാര്യമൊക്കെ പൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോറും അതുപോലെ തന്നെ കോഴി പൊരിച്ചതും. ചോറല്ല, അതൊരു കഞ്ഞി ടൈപ്പ് ആക്കിയിട്ട് അത് നമുക്ക് ഉള്ളി തക്കാളി സാധനങ്ങളൊക്കെ തീർന്നു പോയി, വാങ്ങിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഓവർ നമ്മൾ വാങ്ങി വെച്ചിട്ട് കേടായി പോയി. അപ്പൊ ഇന്ന് വാങ്ങാൻ വിചാരിച്ചു, അത് വാങ്ങാൻ കഴിഞ്ഞില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്, കണ്ടാലറിയാം. കോടമഞ്ഞിനാൽ ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കുകയാണ്. സിക്കിമിൻ്റെ ഗാങ്ടോക്കിലാണ് ഇട്ടുള്ളത്, തലസ്ഥാനമായ ഗാങ്ടോക്കിലാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. മിക്കവാറും ഇന്ന് ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോ നേപ്പാളിലെത്തിയ സമയത്ത് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുക. അപ്പോൾ സിക്കിമിൽ ഏകദേശം ഒരു 10 ദിവസത്തോളം നിൽക്കണമെന്നാണ് വിചാരിക്കുന്നത്. നല്ല മഴ ഉണ്ട് കേട്ടോ. ഇവിടെ 4 മണിയാകുമ്പോൾ തന്നെ ഇരുടാവും. ഇപ്പോൾ സമയം ഏകദേശം 4:30 മണിയായി. 4:30 ആയില്ലേ? 4:30 ആയിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് കോടമഞ്ഞ് കുറച്ചാണ്. പക്ഷേ ഈ ഒരു മഴക്കുണ്ടല്ലോ, തണുത്ത വെള്ളമാണ്. മഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഐസും കട്ട പൊടിച്ചിട്ടാൽ മാതിരിയാണ് കൈമലേക്ക് ഇങ്ങനെ വരുന്നത്. ഏതായാലും ഫുഡ് ഉണ്ടാക്കട്ടെ കേട്ടോ. കൂട്ടത്തിൽ ഞങ്ങളൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ, വീഡിയോ എടുക്കണാണ്ട് പായാണ് ഓടുക. ഞങ്ങളെ ചിക്കൻ്റെ ചെറിയ പീസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. ഇതാ വന്നോ, ബാ 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 ബാ, നല്ല ഭംഗിയുണ്ട്. ബാ ഞാനോ തിന്നോ. ഈ ചിറകൊന്നും എനിക്ക് നന്നാക്കാൻ വയ്യാൻ കൊടുത്തേക്കട്ടെ. പിന്നെന്താടാ നമുക്ക് തിന്നാള്, ഇത് ഫുള്ള് ഓനെന്നാണല്ലോ കൊടുക്കുന്നത്. ഇതൊന്നും നന്നാവുന്നില്ലത്. ദാടാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈ കാര്യം എടുക്കാം. കിലോ ചിക്കൻ്റെ വില 250 രൂപ അല്ലേ? 200. പിന്നെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ 160, 140, 120. ചോറായിട്ടോ. ചോറൊക്കെ സെറ്റ് ആയിക്കുന്നത്. കോഴി പൊരിക്കാനും പോവാണ്. ചിക്കനൊക്കെ നല്ല മുളക് തേച്ച് സെറ്റാക്കി വെച്ചിട്ട് ഇവിടെ പൊളിക്കും. വിസിലിട്ട് ആരും വരില്ല. വിസിൽ അതാ ഈ പേടി. വിസിലിന് സൈലൻസർ വെക്കണം. വിസിൽ വല്ലാത്ത സൗണ്ട്. കോഴി പൊരിക്കാം. മോനെ, എൻ്റെ കോട്ട കഴിഞ്ഞു, ഇനിയില്ല. എത്ര ഇതിന്റെ പകുതി ഭാഗവും നീ അതൊന്ന് എല്ലല്ല, ഇറച്ചി മുഴുവൻ നീയും എല്ലും മുഴുവൻ ഇതിലുമാണല്ലോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഉള്ളി തക്കാളി ഒന്നുമില്ലാതെ ചിക്കൻ കറി ആക്കി ഞാൻ. വെള്ളം നോക്കണ്ട കേട്ടോ, ഇവിടുന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പാകിസ്ഥാനിൽ എത്തെങ്കിലും. ഞങ്ങൾ പൊരിക്കാന്ന് വിചാരിച്ചു, പൊരിക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ പിന്നെ കറിയാക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്താ ചിക്കൻ, ഏതാ എജാതി ചിക്കൻ. അതിന് നമ്മളെ
മാങ്ങച്ചാറുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്. ഇവിടെ 4 ആൾക്കാർ ഇതാ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, കാവലിരിക്കുക.